الذي لم يلد ولم يولد ولم يكن له كفوا أحد نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أيها الناس اتقوا الله عباد الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا توبوا إلى الله توبة نصوحا عسى ربكم أن يكفر عنكم سيئاتكم ويدخلكم جنات تجري من تحتها الأنهار يوم لا يخزي الله النبي والذين آمنوا معه نورهم يسعى بين أيديهم وبأيمانهم يقولون ربنا أتمم لنا نورنا واغفر لنا إنك على كل شيء قدير رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സർവശക്തനും കാരുണ്യവാനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ശ്രദ്ധിച്ച് തഖ്വയോടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും വസിയ്യത്ത് ചെയ്യും. അള്ളാഹുവിൻ്റെ ഖുർആനും തിരുദൂതരുടെ ചര്യയും പഠിക്കുകയും പകർത്തുകയും ചെയ്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരണം വരിച്ച് ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പുണ്യങ്ങളുടെ വസന്തകാലം അതിൻ്റെ അവസാന നാളുകളോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ജീവിതത്തിൽ നാം നേടിയെടുത്ത മഹത്തരമായ ഒരുപാട് നന്മകളുണ്ട്. തിന്മകളിൽ നിന്ന് സമ്പൂർണമായി നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ നോമ്പ് ഫലപ്രദമായിട്ടുണ്ടോ എന്ന ഗൗരവതരമായ ആലോചനയാണ് പരിശുദ്ധമായ മാസം വിട പറയുന്ന സന്ദർഭത്തിൽ തീർച്ചയായും ആവശ്യമായിട്ടുള്ളത്. നാം മനസ്സിലാക്കിയ പ്രകാരം 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ഒറ്റ രാത്രി, അനുഗ്രഹീതമായ രാത്രി അള്ളാഹു നമുക്ക് തന്നു. അത് പ്രതീക്ഷിച്ച് അമലുകളിൽ സജീവമാകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അതല്ല ഇപ്പോഴും തികഞ്ഞ ഒരു അശ്രദ്ധയിലാണോ നമ്മൾ കഴിഞ്ഞു പോകുന്നത്? നമ്മുടെ ചിന്തകളെ, നമ്മുടെ വിചാരങ്ങളെ എല്ലാം നിയന്ത്രിച്ച് ഒരു മാറ്റം കഴിഞ്ഞ നാളുകളിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നതാണ് പരിശുദ്ധമായ മാസം വിട പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്. കാരണം ഒരു ദുആ ചരിത്രത്തിൽ നടന്നു കഴിഞ്ഞതാണ്. ആ ദുആക്ക് നമ്മൾ വിധേയരായി തീരാൻ പാടില്ല. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഭവം പലപ്പോഴും നമ്മൾ കേട്ടതാണ്, സാന്ദർഭികമായി ഗൗരവപൂർവ്വം ഓർക്കേണ്ടതാണ്. അദ്ദേഹം പറയുന്നു, സഈദൽ മിമ്പർ അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഈദൽ മിമ്പർ ഫഖാല ആമീൻ ആമീൻ ആമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ കയറി 3 തവണ ആവർത്തിച്ചുകൊണ്ട് ആമീൻ പറഞ്ഞു. സുമ്മ ഖാല, അത് പറഞ്ഞ ശേഷം സഹാബത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ചോദ്യങ്ങളാണ്. വേറെ റിവായത്തിൽ സഹാബത്ത് റസൂലിനോട് ഈ ആമീൻ പറഞ്ഞതിന്റെ കാരണം തിരക്കിയത് നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യമായിട്ടാണ് ആ വിഷയം ഉന്നയിച്ചിട്ടുള്ളത്. മൻ അദ്റക വാലിദൈഹി ഔ അഹദഹുമാ ഫലം യുഗ്ഫർ ലഹു ഫഅബ്അദഹു അല്ലാഹ് ഖൂലു ആമീൻ.
ജിബ്രീൽ അലൈഹിസ്സലാം നടത്തിയ ഒന്നാമത്തെ ദുആ. അതിനാണ് ഞാൻ ആമീൻ പറഞ്ഞത്. ആ ദുആ എടുത്തു പറഞ്ഞിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ആമീൻ പറയാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. മൻ അദ്റക വാലിദൈഹി ഔ അഹദുഹുമാ ഫലം യുഗ്ഫർ ലഹു ഫഅബ്അദഹു അല്ലാഹു ഒരാൾക്ക് മാതാപിതാക്കളെ നൽകി, പ്രായമായ മാതാപിതാക്കളെ കിട്ടി. ആ മാതാപിതാക്കളെ ഉപയോഗിച്ച് തന്റെ പാപങ്ങൾ മായ്ച്ചു കളയാൻ അവൻ പരിശ്രമിച്ചില്ല. സ്വർഗം നേടാൻ വേണ്ടി അള്ളാഹു തന്ന അനുഗ്രഹമാണ് നമ്മുടെ പ്രായമായ മാതാപിതാക്കൾ. അവർക്ക് ഖിദ്മത്ത് ചെയ്തുകൊണ്ട് തന്റെ പാപങ്ങളെ മായ്ച്ചു കളയാൻ പരിശ്രമിക്കാത്ത മനുഷ്യൻ സ്വർഗത്തിൽ നിന്ന് അകറ്റപ്പെടട്ടെ എന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ദുആ. ആ ദുആ ഏറ്റു പറഞ്ഞിട്ടാണ് ഖൂലു ആമീൻ, നിങ്ങൾ ആമീൻ പറയൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞത്. രണ്ടാമത്തേത് വമൻ അദ്റക റമളാൻ ഫലം യുഗ്ഫർ ലഹു ഫഅബ്അദഹു അല്ലാഹ് ഖൂലു ആമീൻ. ഒരു റമളാൻ ലഭിച്ചു, പക്ഷേ അവൻ തന്റെ പാപങ്ങൾ മായ്ച്ചു കളയാൻ പരിശ്രമിച്ചില്ല, അഥവാ അവന്റെ പാപങ്ങൾ മായ്ക്കപ്പെടാവുന്ന വിധത്തിൽ അവൻ പ്രവർത്തിച്ചില്ല. അതാണ് രണ്ടാമത്തെ ദുആ. ഖൂലു ആമീൻ, ആമീൻ പറയാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ആവശ്യപ്പെടുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മൂന്നാമത്തെ പ്രാർത്ഥന, റസൂലിന്റെ പേര് വമൻ ദുഖിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ ഫഅബ്അദഹു അല്ലാഹ് ഖൂലു ആമീൻ. എന്നെ പരാമർശിക്കപ്പെട്ടു, നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരാൻ വേണ്ടി ത്യാഗം ചെയ്ത, പട്ടിണി കിടന്ന, ഹിജ്റ നടത്തിയ, യുദ്ധം നടത്തിയ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ പേര് കേൾക്കുമ്പോൾ അവിടുത്തെ രക്ഷയ്ക്കും സമാധാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കാത്തവൻ, റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തവൻ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് അകറ്റപ്പെടട്ടെ എന്നതാണ് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ദുആ. ആ പ്രാർത്ഥന എടുത്തു പറഞ്ഞിട്ടാണ് ഖൂലു ആമീൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഗൗരവതരമാണ് വിഷയം. ഇത്ര ദിനങ്ങൾ കിട്ടിയിട്ട് ഒരു മാറ്റവും സംഭവിച്ചില്ല. പെരുന്നാളിന്റെ തലേന്ന് ഇതുവരെയുള്ള ഒരു മാസം മുഴുവൻ മറന്ന് മാർക്കറ്റിലേക്ക് ഇറങ്ങി ഫർളുല്ല സുന്നത്തുല്ല എന്നൊരവസ്ഥ വന്നാൽ ഈ ദുആ അതിന് നമ്മൾ വിധേയരാകുമെന്നുള്ളത് ഗൗരവത്തോടുകൂടി ചിന്തിക്കണം. ഞാൻ തുടക്കത്തിൽ പാരായണം ചെയ്തത് നമുക്ക് സുപരിചിതമായ സൂറത്തു തഹ്രീമിലെ 8-ാമത്തെ വചനമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. യാ അയ്യുഹല്ലദീന ആമനൂ, ഏ വിശ്വാസികളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുകയാണ്. തൂബൂ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനോട് തൗബ ചെയ്യണം, റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങണം. എങ്ങനെയുള്ള തൗബ? തൗബതൻ നസൂഹാ, തൗബതൻ നസൂഹാ, ആത്മാർത്ഥമായ പ്രാർത്ഥനയാകണമത്. എന്താണ് അവിടെ തൗബതൻ നസൂഹാ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിന് നൽകിയ വിശദീകരണം ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നുണ്ട്. അത്തൗബത്തുൻ നസൂഹു അൻ യതൂബ മിനദ് ദംബി സുമ്മ ലാ യഊദ ഇലൈഹി. തൗബത്തുൻ നസൂഹ് എന്നതുകൊണ്ടുള്ള വിവക്ഷ പാപങ്ങളിൽ നിന്ന് തൗബ ചെയ്യലാണ്. ഏത് കണ്ടീഷനോടെ? സുമ്മ ലാ യഊദ ഇലൈഹി, പിന്നീട് ഒരിക്കലും അതിലേക്ക് മടങ്ങുകയില്ല എന്ന വിധത്തിൽ. കമാ ലാ യഊദുൽ ലബനു ഇലൽ വർഅ, കറന്നെടുത്ത ഒരു പാല് വീണ്ടും അകിടിലേക്ക് തിരിച്ചു പോകൽ എത്ര അസംഭവ്യമാണോ അതേ പ്രകാരം ഇനി ഒരിക്കലും തന്നെ കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ചുപോയ തിന്മയിലേക്ക് മടങ്ങുകയില്ല എന്ന ദൃഢനിശ്ചയത്തിനാണ് തൗബത്തുൻ നസൂഹ് എന്ന് പറയുന്നത്. ആ തൗബത്തുൻ നസൂഹ് നിർവഹിക്കണമേ എന്നാണ് യാ അയ്യുഹല്ലദീന ആമനൂ, ഏ വിശ്വാസികളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നത്. എങ്കിൽ താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗം അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്നു. അവിടെ തീർച്ചയായും മുന്നിലും വശങ്ങളിലുമെല്ലാം പ്രകാശമുണ്ടാകും. അവർ റബ്ബിനോട് ആവശ്യപ്പെടും, റബ്ബനാ അത്മിം ലനാ നൂറനാ വഗ്ഫിർ ലനാ, ഞങ്ങളുടെ പ്രകാശം പൂർത്തീകരിച്ചു തരണമേ, ഞങ്ങൾക്കെല്ലാം പുറത്തു തരണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്നാണ് അള്ളാഹു ആ വചനത്തിലൂടെ പഠിപ്പിക്കുന്നത്. ഈ അവസാനത്തെ ദിനങ്ങളിൽ ഈ ആത്മാർത്ഥമായ തൗബത്തുൻ നസൂഹ് നമ്മിൽ നിന്ന് ഉയരേണ്ടതുണ്ട്. സ്നേഹം, ഇഷ്ടം, അത് വളരെ പ്രധാനമാണ്. സ്നേഹത്തിന്റെ വില അറിഞ്ഞ ആളുകളാണ് നമ്മൾ.
ഭാര്യയുടെ സ്നേഹം, ഭർത്താവിന്റെ സ്നേഹം, മക്കളുടെ സ്നേഹം, ആ സ്നേഹത്തിന് മുമ്പിൽ നമ്മൾ പലപ്പോഴും വിതുമ്പിപ്പോകാറുണ്ട്. എന്നാൽ ഒരു മുഅ്മിൻ ജീവിതത്തിൽ പ്രതീക്ഷിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹത്തിന് വേണ്ടിയാണ് കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പണിയെടുത്തത്, ദീർഘിച്ച നമസ്കാരം നിർവഹിച്ചത്, സുദീർഘമായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തത്. സാമ്പത്തികമായ പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴും ഫിത്റിലേക്ക്, ഇഫ്താറിന് വേണ്ടി, സകാത്തിന് വേണ്ടി, സദഖക്ക് വേണ്ടി ഒക്കെ പണം കൊടുത്തത് ഒരൊറ്റ കാരണത്താലാണ്, അള്ളാഹുവിനോടുള്ള സ്നേഹം. ആ സ്നേഹമാണ് ഏറ്റവും വലുത്. നാട്ടുകാർക്ക് മുഴുവൻ നമ്മളോട് സ്നേഹമുണ്ട്, പക്ഷെ റബ്ബിന് നമ്മളോട് സ്നേഹമില്ലെങ്കിൽ നമ്മൾ പരാജിതരായി തീർന്നു. അള്ളാന്റെ സ്നേഹം കിട്ടണം. ആ സ്നേഹം കിട്ടാൻ എന്ത് ചെയ്യണം? സൂറത്തു മറിയം 96-ാമത്തെ ആയത്തിൽ അതിന്റെ മാനദണ്ഡം അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈമാൻ ഉണ്ടാകണം. ആ ഈമാൻ എവിടെ ചോർച്ച വരുന്നു എന്ന് തോന്നുന്നുവോ അവിടെ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. രണ്ട്, അമലുസ്വാലിഹാത്ത് ഉണ്ടാകണം. നോമ്പിൽ ഇത് രണ്ടുമാണ് പ്രധാനമായി നമ്മൾ പരിശ്രമിക്കുന്നത്, വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നത്. ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഓരോ വാക്കുച്ചരിക്കുമ്പോൾ ശ്രദ്ധയുണ്ട്, ഓരോ കാര്യം കാണുമ്പോഴും നോക്കുമ്പോഴും ശ്രദ്ധയുണ്ട്. ഇങ്ങനെ വളർത്തിയെടുക്കുന്ന ഈമാൻ രണ്ട്, അനുബന്ധമായി ഉണ്ടാകേണ്ടുന്ന അമലുസ്വാലിഹാത്ത്. ധൃതി കാണിക്കാൻ വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, റബ്ബിൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്ക് ധൃതി കാണിക്കൂ എന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന. അങ്ങനെ ഈമാനിന്റെയും അമലിന്റെയും കാര്യത്തിൽ മാത്സര്യത്തോടെ പ്രവർത്തിക്കുന്ന ആളുകൾ, അവർക്കാണ് അള്ളാഹു തന്റെ സ്നേഹം ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് റബ്ബ് പഠിപ്പിക്കുന്നു. അത് കിട്ടണമെങ്കിൽ എന്ത് വേണം? സൂറത്തു മാഇദ 54-ാമത്തെ ആയത്തിൽ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ മൻ യർതദ്ദ മിൻകും അൻ ദീനി ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂന. 5 ഗുണങ്ങൾ അള്ളാഹു സത്യദീനിന്റെ സംസ്ഥാപനത്തിനു വേണ്ടി നിയോഗിക്കുന്ന ഉത്തമരായ വിശ്വാസികളിൽ ഉണ്ടാകുന്ന 5 ഗുണങ്ങൾ എടുത്തു പറഞ്ഞിടത്ത് ആദ്യത്തെ 2 ഗുണം അള്ളാഹു പറഞ്ഞത് ഏതാ? യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു. അവർ അള്ളാഹിനെ സ്നേഹിക്കും, അള്ളാഹു അവരെ സ്നേഹിക്കും. റബ്ബിനെ സ്നേഹിക്കുമ്പോഴേ റബ്ബിന്റെ സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. സ്നേഹമെന്നത് ഒരു ആദാന പ്രക്രിയയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും, അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് കിട്ടുന്നതാണ് ഭൗതിക ലോകത്തെ സ്നേഹം. റബ്ബിന്റെ സ്നേഹത്തിലുള്ള പ്രത്യേകതയും അതുപോലെ തന്നെ ഏറ്റവും ഉന്നതമാണ്, മനുഷ്യന്റെ സ്നേഹത്തെക്കാൾ വ്യത്യസ്തമാണ്. പക്ഷെ അത് കിട്ടണമെങ്കിൽ ആ റബ്ബിനെ അങ്ങോട്ട് സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. അതിലേറ്റവും പ്രധാനം നോമ്പിന്റെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റമളാനിൽ നമ്മുടെ നന്മകൾ ഒതുങ്ങിപ്പോകാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നോമ്പ് ഫലം ചെയ്തിട്ടില്ല. റമളാൻ 29 ആകുമ്പോഴേക്ക് തന്നെ എല്ലാം മറക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നുവെങ്കിൽ തീർച്ചയായും അത് നഷ്ടമാണ്. ചരിത്രം രേഖപ്പെടുത്തുന്നു, സുഇല ബഅദു സലഫ് അൻ ഉനാസി യതഅബ്ബദൂന ഫീ റമളാൻ ഫഇദൻ സലഖ റമളാൻ തറകൂ. റമളാനായപ്പോൾ ഇബാദത്തിൽ മുഴുകി, റമളാൻ അങ്ങ് കഴിഞ്ഞു പോകുമ്പോഴേക്ക് ഇതൊക്കെ ഒഴിവാക്കിയ ആളുകൾ, അവരെക്കുറിച്ച് മുൻഗാമികളോട്, സലഫുകളോട് ചോദിക്കപ്പെട്ടപ്പോ ഫഖാൽ ബിഅ്സൽ ഖൗമു ലാ യഅരിഫൂനല്ലാഹ ഇല്ലാ ഫീ റമളാൻ. റമളാനിൽ മാത്രമല്ലാതെ അള്ളാനെ ഓർക്കുന്ന ആളുകൾ എത്ര മോശം, എത്ര ചീത്താന്നാണ്. റമളാൻ സ്പെഷ്യലുകൾ സാധാരണ ഒരു സഫ് തികയല്ല നിസ്കാരത്തിൽ. നോമ്പായപ്പോഴേക്ക് പള്ളിയിൽ സ്ഥലമില്ലാത്ത അവസ്ഥ വരിക. നോമ്പ് കഴിഞ്ഞ് പെരുന്നാളിന്റെ ദിവസത്തിലെ ജമാഅത്താവുമ്പോഴേക്ക് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുക. ഈ ഈമാൻ ഉണ്ടല്ലോ, ഈ റമളാൻ സ്പെഷ്യൽ, അതെത്ര മോശം എന്നാണ് നമ്മളെ പൂർവികർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. എന്ന് ഈ നിറഞ്ഞു കവിയുന്ന അവസ്ഥ ഉണ്ടാകും. പ്രത്യേക ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, സ്ഥല സൗകര്യത്തിന്റെ പരിമിതി അനുഭവപ്പെടുന്നുണ്ട്. ശ്രദ്ധിക്കുക, പുറത്ത് വെയിലത്ത് നിൽക്കേണ്ടതില്ല. ഏറ്റവും മുകളിൽ നമസ്കാരത്തിനുള്ള സൗകര്യമുണ്ട് എന്നതും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായിരുന്നാലും നോമ്പിലൂടെ ഇതൊക്കെ തീർന്നു പോകുന്ന ഒരവസ്ഥ വന്നാൽ അതിനർത്ഥം റമളാൻ ഉപകാരപ്പെട്ടിട്ടില്ല എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ. അമലുകളിൽ റബ്ബിന് ഏറ്റവും ഇഷ്ടേതാണ്? സ്ഥിരമായി ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകിച്ചും ഖിയാമുൽ ലൈലിന്റെ കാര്യം സൂചിപ്പിച്ചിടത്ത് തുടങ്ങിയിട്ട് അത് നിർത്തിയവനെ പോലെ നിങ്ങളാകരുത് എന്ന് പറയാൻ സഹാബിയോട് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ള കാരണം. അതുകൊണ്ട് എന്തൊക്കെ നന്മകൾ പ്രത്യേകിച്ച് നമ്മൾ ശീലിച്ചിട്ടുണ്ട്, ഒരു മാറ്റം എന്നിൽ വന്നിട്ടുണ്ട് എന്ന് സ്വയം നമുക്ക് തോന്നിയിട്ടുണ്ടോ, അത് തുടർന്നു പോകുന്നതിലാണ്
ജീവിതത്തിലെ പരിശുദ്ധ റമളാനിന്റെ നേട്ടമെന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. വഅ്ബുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. നീ നിന്റെ റബ്ബിന് ഇബാദത്ത് ചെയ്യണം. ഏതുവരെ? മരണം നിനക്ക് വന്നെത്തുന്നതുവരെ. മഹാനായ ഹസനുൽ ബസരി റഹിമഹുല്ല ഈ ആയത്ത് പാരായണം ചെയ്തിട്ട് പറഞ്ഞത്, ഇന്നല്ലാഹ ലം യജ്അൽ ലിഅമലിൽ മുഅ്മിനി അജലൻ ദൂനൽ മൗത്ത്. മുഅ്മിനിന്റെ പ്രവർത്തനത്തിന് ഒരു അവധിയില്ല, ഏതല്ലാതെ മരണമല്ല. സത്യവിശ്വാസിയുടെ സൽക്കർമ്മത്തിന്റെ ലാസ്റ്റ് ഡേറ്റ് ഏതാണ്? അത് മരണം മാത്രമാണ്. മരണത്തെ മാത്രമേ അവന്റെ അമലുകൾക്ക് വിഘാതമുണ്ടാക്കാൻ, അതിന്റെ തുടർച്ച നഷ്ടപ്പെടുത്താൻ കാരണമാകുള്ളൂ. അല്ലാതെ നോമ്പ് കഴിഞ്ഞാൽ നിർത്തി എന്ന അവസ്ഥ വരില്ല. അടുത്ത റമളാനിന് വേണ്ടി കാത്തിരിക്കുന്ന അവസ്ഥ വരില്ല. മരണം വരേക്കും ഒരേ അവസ്ഥയിൽ സൽക്കർമ്മങ്ങളിൽ തുടരുന്നവനാകണം അവൻ. അതാണ് ഇവിടെ ഈ ആയത്തിൽ അല്ലാഹു പറഞ്ഞത്, വഅ്ബുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. ശ്രദ്ധിക്കുക സഹോദരങ്ങളെ, നഷ്ടപ്പെടാൻ എളുപ്പമാണ്. ഒരു വീർപ്പിച്ച ബലൂണിൽ സൂചി കുത്തുന്ന പോലെ അത് വീർപ്പിച്ച് വലുതാക്കാൻ അധ്വാനമുണ്ട്, പക്ഷെ പൊട്ടിച്ച് കളയാൻ ഒരു മൊട്ടു സൂചി മതിയാവും. നമ്മൾ നേടിയെടുത്ത മുഴുവൻ നന്മകളും നഷ്ടപ്പെടുത്താൻ നമ്മിൽ നിന്ന് സംഭവിക്കുന്ന അലംഭാവങ്ങൾ, ശ്രദ്ധക്കുറവുകൾ കാരണമായി തീരും. അതുകൊണ്ട് റബ്ബിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുക. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. അല്ലാഹുവേ, നീ ഞങ്ങളുടെ ഹൃദയത്തെ നേർമാർഗത്തിലാക്കിയ ശേഷം പിന്നെ ഹൃദയങ്ങളെ നീ തെറ്റിച്ച് കളയരുതേ. നിന്നിൽ നിന്നുള്ള കാരുണ്യം നീ ഞങ്ങൾക്ക് ചൊരിഞ്ഞു തരണമേ. റബ്ബിന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഹിദായത്തിൽ തുടർന്ന് നിലകൊള്ളാൻ നമുക്ക് സാധ്യമായി തീരുകയുള്ളൂ. അതുകൊണ്ട് ആ കാരുണ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. പട്ടിണി കടന്നു, ത്യാഗം സഹിച്ചു, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ വെയില് ചൂടുപിടിച്ച് ഈ കാലാവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കുക സഹോദരങ്ങളെ. അള്ളാന്റെ മുമ്പിൽ എത്തുമ്പോ ഇതൊന്നും ഫലപ്രദമാകാതെ ഒഴിഞ്ഞ കൊട്ട പോലെയായി തീർന്നാൽ എന്തൊരു നഷ്ടമായി തീരും. റഹ്മാനായ റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ അമലിന്റെ കൂടെ നിരന്തരമായ ദുആ ഉണ്ടാകണം. അതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഇബ്രാഹിം അലൈഹിസ്സലാം വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവായിദ മിനൽ ബൈത്തി വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ. വലിയൊരു പാഠമാണ്. കഅബാലയത്തിന്റെ നിർമ്മാണം നടത്തിയിട്ട് ആദ്യം ചെയ്യുന്നത് എന്താ? അല്ലാഹുവേ സ്വീകരിക്കണമേ എന്നാണ്. ആത്മാർത്ഥമായ ആ ദുആ നമ്മൾ നിർവഹിച്ചുകൊണ്ടേയിരിക്കുക. അതോടൊപ്പം ഈ നോമ്പിൽ എന്തെങ്കിലുമൊക്കെ മനുഷ്യരെന്നുള്ള നിലക്ക് തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടാകാം. പരിഹാരം അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. സകാത്തുൽ ഫിത്ർ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫറള സകാത്തുൽ ഫിത്രി മിൻ റമളാൻ അലാ കുല്ലി നഫ്സിൻ മിനൽ മുസ്ലിമീൻ. മുഴുവൻ മുസ്ലിങ്ങൾക്കും നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് സകാത്തുൽ ഫിത്ർ. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസ്. എല്ലാവരും അത് നൽകിയിരിക്കണം. 100 രൂപയാണ് ഇവിടെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരാൾക്ക് പ്രത്യേക കൗണ്ടർ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നാളത്തോടുകൂടി ആ കാര്യം പൂർത്തീകരിക്കപ്പെടും. അതിനു മുമ്പ് എല്ലാവരും അതുമായി ബന്ധപ്പെടുക. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി അദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് പ്രത്യേകം ഈ വിഷയത്തിൽ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം. ഫർള സകാത്തുൽ ഫിത്രി മിൻ റമളാൻ അലാ കുല്ലി നഫ്സിൻ മിനൽ മുസ്ലിമീൻ ഹുർറിൻ ഔ അബ്ദിൻ ഔ റജുലിൻ ഔ ഇംറാത്തിൻ സഗീറിൻ ഔ കബീർ. സ്വതന്ത്രനാകട്ടെ, അടിമയാകട്ടെ, സ്ത്രീയാകട്ടെ, പുരുഷനാകട്ടെ, കുട്ടിയാകട്ടെ, മുതിർന്നവരാകട്ടെ, ഒരു വ്യത്യാസവും ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് എല്ലാവരും അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതെപ്പോൾ കൊടുക്കണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ വഅമറ ബിഹാ അൻ തുഅദ്ദി ഖബ്ല ഖുറൂജിൻ നാസി ഇല സ്വലാത്ത്. പെരുന്നാൾ ദിവസം നമസ്കാരത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് അത് കൊടുക്കണം. മാത്രമല്ല മറ്റൊരു ഹദീസിൽ വകാനൂ യുഅതൂന ഖബ്ലൽ ഫിത്രി ബിയൗമിൻ ഔ യൗമൈൻ. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ 1 അല്ലെങ്കിൽ 2 ദിവസങ്ങൾക്ക് മുമ്പ് അത് നൽകുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് എന്നതാണ് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്ർ മൻ അദ്ദാഹാ ഖബ്ല സ്വലാത്ത് ഫഹിയ സകാത്തുൻ മഖ്ബൂല വമൻ അദ്ദാഹാ ബഅദ സ്വലാത്ത് ഫഹിയ സദഖത്തുൻ മിനസ് സദഖാത്ത്.
പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് ഒരാൾ സകാത്തുൽ ഫിത്ർ നൽകിയാൽ അത് സകാത്തുൽ ഫിത്ർ ആയി തീർന്നു. നിസ്കാരം കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഫഹിയ സദഖാത്തും മിനസ് സദഖാത്ത്, സദഖയിൽപ്പെട്ടൊരു സദഖ മാത്രമാണ്. അതിന് ഒരിക്കലും തന്നെ ഫിത്ർ സക്കാത്തിന്റെ നിന്ന് പരിഹാരമായി തീരുകയില്ല എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് നൽകിയത്? ഫർള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്രി സാഅ മിൻ തംർ ഔ സാഅ മിൻ ഷഈർ, ഈത്തപ്പഴത്തിൽ നിന്നുള്ള ഒരു സാവ് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഗോതമ്പോ അതുപോലുള്ള ധാന്യങ്ങളോ ആണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകി. നമ്മുടെ രീതി അനുസരിച്ച് നമ്മൾ ഭക്ഷ്യധാന്യം നൽകുന്നു. അതിന്റെ തോതും അളവും ഒക്കെ പരമാവധി സൂക്ഷ്മത പാലിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അക്കാര്യത്തിൽ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുകയും പങ്കാളികളായി തീരുകയും ചെയ്യുക. ഒരു കാര്യം, ഈ കർമ്മങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് നീങ്ങുമ്പോഴും എവിടെയും ഒരു പോറൽ അതിന് സംഭവിച്ചു പോകാതിരിക്കാൻ, ഒരു നഷ്ടവും അതിന് സംഭവിച്ചു പോകാതിരിക്കാൻ അങ്ങേയറ്റത്തെ ശ്രദ്ധ പ്രത്യേകിച്ചും ഈ അവസാന നാളുകളിൽ ആവശ്യമാണ്. സൂറത്തു നഹ്ൽ 92-ാമത്തെ ആയത്തിൽ അല്ലാഹു ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. വലാ തകൂനു കല്ലതി നഖലത് ഗസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസാ. വളരെ ഉറപ്പോടുകൂടി നൂല് നൂറ്റ ശേഷം അതിന്റെ പിരികൾ ഉടച്ചു കളയുന്ന ഒരു സ്ത്രീയെപ്പോലെ നിങ്ങളായി മാറി. അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഇബാദത്ത് ചെയ്യും, അതൊക്കെ മുഴുവൻ അങ്ങ് ബാത്തിലാക്കിക്കളി. കഷ്ടപ്പെട്ട് നൂല് നൂറ്റിട്ട് സ്വയം അതിന്റെ പിരികൾ ഉടച്ചു കളയുന്ന ഒരു സ്ത്രീയെപ്പോലെ നിങ്ങളാകരുത് എന്നത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ശ്രദ്ധയുണ്ടാകണം, സൂക്ഷ്മതയുണ്ടാകണം, ആത്മീയമായ ഒരു മാറ്റം. ആ ആത്മീയമായ മാറ്റത്തിന്റെ ആഘോഷമാണ് പെരുന്നാൾ എന്നുള്ളത്. അല്ലാതെ സകല ആത്മീയതയും മാറ്റി സകല ദീനിന്റെ അംശങ്ങളെയും മാറ്റിവെച്ച് അടിച്ചുപൊളിക്കാനുള്ളതല്ല. മറിച്ച് ഈമാനികമായ ഉണർവ് നൽകിയ റബ്ബിനെ സ്തുതിക്കുക, ഈമാനികമായ ഔന്നത്യാവസ്ഥയിലേക്ക് തന്നെ എത്തിച്ച റബ്ബിനെ സ്തുതിക്കുക. അപ്പോഴാണ് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന റബ്ബിനെ വാഴ്ത്തുന്ന വാക്കുകൾക്ക് അർത്ഥമുണ്ടായിത്തീരുക. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നമ്മൾ സൂക്ഷിക്കുക. ഓരോ സെക്കൻഡും, പ്രത്യേകിച്ച് അവസാന നാളുകളുടേത് ഏറ്റവും ഫലപ്രദമായി നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. ഒറ്റക്കിരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുക. റഹ്മാനായ റബ്ബ് നമ്മളോട് അങ്ങേയറ്റം സ്നേഹമുള്ളവനാണ്. 100 പേരെ കൊന്ന മനുഷ്യൻ തൗബ ചെയ്തപ്പോൾ പോലും ആ തൗബ സ്വീകരിച്ചവനാണ് കാരുണ്യവാനായ റബ്ബ്. നമ്മൾ ആലോചിച്ചു നോക്കൂ, ഒരു രോഗം ബാധിച്ചു എന്ന് കരുതുക, നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളും ഒക്കെ ശുശ്രൂഷിക്കും, അതങ്ങ് നീണ്ടുപോയി എന്ന് കരുതാ കിടപ്പ്. ശുശ്രൂഷിക്കുന്ന ആളുകൾക്ക് പോലും നമ്മളൊരു ഭാരമായി മാറും. വിവാഹം ക്ഷണിക്കാൻ വേണ്ടി വരുന്ന ആളുകൾ പറയും തലേന്ന് വരണം, നേരത്തെ വരണം. പിന്നെ പറയൊരു വാക്ക്, എന്ത് ഉപ്പ ഇങ്ങനെ കിടക്കുമ്പോ പ്രയാസമാണല്ലോ എല്ലാവർക്കും വരാൻ. അത് രോഗിയായി കിടക്കുന്ന മനുഷ്യൻ കേൾക്കും. എത്ര പ്രയാസകരാണ്. ആ കിടപ്പ് നീണ്ടുപോയാൽ എല്ലാവരും കൈവിടുന്ന അവസ്ഥകൾ വരും. പക്ഷേ എല്ലാവരും കൈവിട്ടാലും നമ്മളെ കൈവിടാത്തവൻ ഒരേ ഒരു ശക്തിയാണ്, റഹ്മാനും റഹീമുമായ റബ്ബ്. എത്ര വലിയ അക്രമങ്ങൾ ചെയ്തു പോയിട്ടുള്ളവനാണെങ്കിലും തൗബ ചെയ്താൽ, കരഞ്ഞു പ്രാർത്ഥിച്ചാൽ, ഉള്ളുരുകി റബ്ബിന്റെ മുമ്പിൽ അപേക്ഷിച്ചാൽ എല്ലാം പൊറുക്കുന്ന ഏറ്റവും അതിയായ സ്നേഹം നമ്മളോട് കാണിക്കുന്ന കാരുണ്യവാനായ റബ്ബ്. അവനിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ ഇനിയും ഉയരട്ടെ. മഗ്ഫിറത്തിനു വേണ്ടിയുള്ള ദുആ, തൗബയോടുകൂടിയുള്ള ദുആ നിരന്തരമായി നാം നിർവഹിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാഹുവിന്റെ കലാമ വിശുദ്ധ ഖുർആൻ റബ്ബ് നമുക്ക് നൽകിയ സൗഭാഗ്യമാണ്. ആരുടെ മുമ്പിലും അഭിമാനത്തോടുകൂടി ഇതാ ഞങ്ങളുടെ കയ്യിലുണ്ട് ഒരു ഗ്രന്ഥം, ഏത് വിജ്ഞാനീയങ്ങളെയും വെല്ലുവിളിക്കുന്ന ഒരു ഗ്രന്ഥം, എന്റെ ജീവിതത്തിന് ഊടും പാവും നൽകിയ ഗ്രന്ഥം, എനിക്ക് വെളിച്ചം നൽകിയ ഗ്രന്ഥം, ഹുദൽ ലിൽ മുത്തഖീൻ, സൂക്ഷ്മാലുക്കൾക്കുള്ള മാർഗദർശനം. അതിന്റെ മാധുരി ഇനിയും അനുഭവിക്കാൻ നമുക്ക് സാധിക്കണം. നോമ്പിന് നമ്മൾ ഓതുന്നു ധാരാളം, അവസാന ദിവസം നമ്മൾ കെട്ടിപ്പൂട്ടി വെക്കാൻ പാടില്ല. അതിനോടുള്ള സ്നേഹം നിരന്തരമായി നാം നിലനിർത്തണം. അത് പഠിക്കാനുള്ള താല്പര്യം, പഠിപ്പിച്ചു കൊടുക്കാനുള്ള താല്പര്യം ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കണം. അള്ളാഹു അവന്റെ ദീനിനെ സ്നേഹിക്കുന്ന, അവനെ സ്നേഹിക്കുന്ന, അവന്റെ റസൂലിനെ സ്നേഹിക്കുന്ന ആ ഹുബ്ബ് കാരണം നാളെ പരലോകത്ത് റബ്ബിന്റെ മഹബ്ബത്ത് തിരികെ ലഭിക്കുന്ന അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. സ്വല്ലല്ലാഹു അലാ നബിയ്യി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട്
പരിശുദ്ധമായ റമദാനിന്റെ പുണ്യം നിറഞ്ഞ നിമിഷങ്ങൾ ഓരോന്നും ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധമായ നോമ്പിനെ തുടർന്ന് പെരുന്നാൾ വരുമ്പോൾ അതിൻ്റേതായ കാര്യങ്ങളിലും നമ്മുടെ കൃത്യമായ ശ്രദ്ധയും സൂക്ഷ്മതയും ഉണ്ടാകണം. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല, അദ്ദേഹം പറയാണ്, ഖദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന വലഹും യൗമാനി യൽഅബൂന ഫീഹിമാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അവർ 2 ദിവസങ്ങൾ പ്രത്യേകം ആഘോഷിച്ചുകൊണ്ട് വിനോദങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. ഫഖാല മാ ഹാദാനിൽ യൗമാൻ. റസൂലുള്ളാഹി ചോദിച്ചു, എന്താണ് ഈ 2 ദിനങ്ങൾ? ഖാലൂ കുന്നാ നഅലബു ഫീഹിമാ ഫിൽ ജാഹിലിയ്യ. അപ്പൊ അവർ പറഞ്ഞു, ജാഹിലിയ്യത്തിൽ ഞങ്ങൾ വിനോദങ്ങളിൽ ഏർപ്പെട്ട 2 ദിനങ്ങളാണിത് എന്ന് വിശ്വാസികളായ ആളുകളും പറഞ്ഞപ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ അവരെ അറിയിച്ചു, ഇന്നല്ലാഹ ഖദ് അബ്ദലകും ബിഹിമാ ഖൈറൻ മിൻഹുമാ യൗമൽ അദ്ഹ വ യൗമൽ ഫിത്ർ. ജാഹിലിയ്യത്തിൽ നിങ്ങൾ ആഘോഷമായി കണ്ടിരുന്ന ആ ദിനങ്ങളെ മാറ്റിയിട്ട് അല്ലാഹു ഇതാ നിങ്ങൾക്ക് 2 ദിനങ്ങളെ നൽകിയിരിക്കുന്നു, യൗമൽ അദ്ഹ വ യൗമൽ ഫിത്ർ. ഈ 2 ദിനങ്ങളിലേക്ക് നിങ്ങളുടെ ആഘോഷങ്ങളെ അവൻ പകരമാക്കി നിശ്ചയിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ ഈദുൽ ഫിത്ർ, നോമ്പിന്റെ പൂർണ്ണതയായി കടന്നു വരുന്ന ഈദ്, അതിന്റെ സുന്നത്തുകൾ നഷ്ടപ്പെട്ടു പോകാതെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ എല്ലാ ദിവസവും സാധാരണ കുളിക്കും, പക്ഷേ അന്നത്തെ ദിവസം അന്ന അബ്ദുല്ലാഹി ഇബ്നു അംർ കാന യഗ്തസിൽ യൗമൽ ഫിത്ർ ഖബ്ല അൻ യഗ്ദു വ ഇലൽ മുസല്ല. അദ്ദേഹം പറയാണ്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പെരുന്നാൾ ദിവസം മൈതാനത്തേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് കുളിക്കുമായിരുന്നു. അതൊരു നിയ്യത്തോടുകൂടി ആകുമ്പോഴാണ് ആ അമലിന്റെ പുണ്യം, അതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുക. 2 വസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം, യാ റസൂലല്ലാഹ് ഇബ്താ ഹാദിഹി തജമ്മൽ ബിഹാ ലിൽ ഈദ് വൽ വുഫൂദ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അങ്ങാടിയിൽ നിന്ന് ഒരു നല്ല വസ്ത്രം വാങ്ങിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് വന്നിട്ട് റസൂലിനോട് പറയാണ്, യാ റസൂലല്ലാഹ് ഇത് വാങ്ങ് റസൂലേ, എന്നിട്ട് അങ്ങ് ഇതുകൊണ്ടൊന്ന് ഒന്ന് ഭംഗി കൂട്ടിൻ പെരുന്നാളിനും അതുപോലെ തന്നെ അങ്ങയെ കാണാൻ നിവേദക സംഘങ്ങൾ വരുമ്പോഴും ഈ ഒരു നല്ല വസ്ത്രം ധരിക്കൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലേക്ക് വസ്ത്രം കൊടുത്തിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതിൽ 2 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒന്ന്, പെരുന്നാളിന് പുതുവസ്ത്രം അണിയുക എന്നുള്ള സുന്നത്ത്, അതോടൊപ്പം തന്നെ താൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള ഹദിയകൾ നൽകുക എന്ന്. കഴിഞ്ഞ ഖുതുബയിൽ നാം സൂചിപ്പിക്കുകയുണ്ടായി, പ്രയാസപ്പെടുന്ന കുട്ടികളൊക്കെ ഉണ്ടാകും, അവർക്കൊക്കെ വാങ്ങിക്കൊടുക്കുക. അത് ഒരു സുന്നത്ത് നേടുക എന്നതോടൊപ്പം തന്നെ അവരത് ധരിച്ചുകൊണ്ടിരിക്കുന്ന അത്രയും സമയം അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ സുഗന്ധം പൂശുന്ന കാര്യം, ഈദുൽ ഫിത്റിനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം നേരത്തെ കഴിക്കൽ. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഖ്റുജു യൗമൽ ഫിത്രി ഹത്താ യുത്അമ വലാ യത്അമു യൗമൽ അദ്ഹ ഹത്താ യുസല്ലി. ഈദുൽ ഫിത്റിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കാതെ നമസ്കരിച്ചിരുന്നില്ല. അതേപോലെ തന്നെ ഈദുൽ അദ്ഹയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം കഴിയുന്നവരേക്കും ഭക്ഷണം കഴിച്ചിരുന്നുമില്ല എന്നാണ് തുർമുദി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തക്ബീറുകളെ അധികരിപ്പിക്കണം. മാസപ്പിറവി മുതൽ നമസ്കാരം കഴിയുന്നവരെയുള്ള സമയം തക്ബീറിന്റെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഈദ്ഗാഹിലേക്ക് നേരത്തെ പുറപ്പെടുക എന്നതും പ്രത്യേകം സുന്നത്തായിട്ടുള്ള കാര്യമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ പ്രതിഫലത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. അത് ആഗ്രഹിച്ചുകൊണ്ട് സുബഹി നമസ്കാരത്തിന് ശേഷം നേരെ ഒരാൾ മുസല്ലയിലേക്ക് പുറപ്പെടുന്നുവെങ്കിൽ അതാണ് ശ്രേഷ്ഠം എന്ന് പൂർവികരായ പണ്ഡിതന്മാരിൽ പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അത്രയേറെ നേരത്തെ എത്താൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ്. ഇന്ന് മാത്രമല്ല, ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് തന്റെ സ്വഹീഹിൽ ഒരധ്യായത്തിന് തന്നെ പേര് കൊടുത്തിരിക്കുന്നത് ഈദ് നമസ്കാരത്തിലേക്ക് നേരത്തെ പുറപ്പെടൽ എന്നാണ്. അതിന് അത്ര പുണ്യമുണ്ട് എന്നർത്ഥം. അതോടൊപ്പം തന്നെ ഈദ്ഗാഹിൽ നമ്മളൊക്കെ വണ്ടിയുള്ള ആളുകളാണ്, സൗകര്യങ്ങൾ ഉണ്ടാകും. പക്ഷെ അവിടെയും ഒരു പ്രത്യേകമായ സുന്നത്തുണ്ട്. ദീർഘമായ ദൂരങ്ങളിലുള്ള ആളുകളല്ലാത്ത സമീപത്തുള്ള ആളുകളൊക്കെ നടന്നു വരൽ തന്നെയാണ് പ്രത്യേകം അക്കാര്യത്തിൽ പ്രവാചക മാതൃക. അലി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്ന സംഭവം, അദ്ദേഹം പറയുന്നു, മിനസ്സുന്നത്തി അൻ തഖ്റുജ ഇലൽ ഈദി മാഷിയൻ, പെരുന്നാൾ മൈതാനത്തിലേക്ക് നടന്നുകൊണ്ട് പുറപ്പെടലാണ് സുന്നത്തായിട്ടുള്ള കാര്യം. ഇമാം തുർമുദി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇവിടെയൊക്കെ വാഹനങ്ങളുടെ പാർക്കിംഗ് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തൊട്ടടുത്തുള്ള ആളുകൾ അതിന്റെ ഒരു പ്രതിഫലം മനസ്സിലാക്കി വഴികൾ വ്യത്യസ്തമാക്കി കൂടുതൽ ആളുകളെ കാണാം, അവർക്ക് സലാം പറയാം എന്നുള്ള നിയ്യത്തൊക്കെ വെച്ചുകൊണ്ട് നടന്നു വരുന്നതായിരിക്കും
കൂടുതൽ ഉത്തമമായിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് രാവിലെ പെരുന്നാൾ ദിനം രാവിലെ 7:15 നമ്മുടെ തൊട്ടടുത്തുള്ള ടർഫിലാണ് നമ്മുടെ ഈദ്ഗാഹ് ഉള്ളത്. അവിടേക്ക് വന്നുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി സൂചിപ്പിക്കുകയാണ്. ഈദ്ഗാഹ് നമ്മൾ വെക്കുന്നതും ഒരു സുന്നത്തിന്റെ അടിസ്ഥാനത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസിൽ പ്രകാരം കാണാം, യഖ്റുജു യൗമൽ ഫിത്രി വൽ അദ്ഹാ ഇലൽ മുസല്ല ഫഅവ്വലു ശൈഇ യബ്ദു ബിഹി അസ്സലാത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈദുൽ ഫിത്റിലും ഈദുൽ അദ്ഹയിലും മുസല്ലയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അവിടെ ആദ്യം റസൂലുള്ള ചെയ്തത് നമസ്കാരമാണ്, പിന്നീടാണ് ഖുതുബ എന്നതൊക്കെ ആ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞാൽ എഴുന്നേറ്റ് പോകുന്ന സ്വഭാവം പലപ്പോഴും ആളുകളിൽ കണ്ടുവരാറുണ്ട്. ആ കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കണം. പെരുന്നാൾ നമസ്കാര ശേഷം നടക്കുന്ന ഖുതുബ അത് ശ്രവിച്ചുകൊണ്ട് അവിടെ തന്നെ അടങ്ങി ഒതുങ്ങിയിരിക്കുക എന്നുള്ളത് പ്രത്യേകമായി ദീനിൽ നിർദ്ദേശിക്കപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇവിടെ നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്, മുകളിൽ വളരെയേറെ സൗകര്യങ്ങളുണ്ട്. പക്ഷെ പലപ്പോഴും ആളുകൾ മുകളിലോട്ട് കയറാതെ സ്റ്റെപ്പുകളിൽ ഇരിക്കുന്നത് നോമ്പിനും അതിന്റെ മുമ്പൊക്കെ പലപ്പോഴും കണ്ടുവരുന്ന ഒരു രീതിയാണ്. നമ്മൾ പള്ളിയിൽ ഇരിക്കുമ്പോൾ അത് സൊഫാക്കി നമസ്കരിക്കാനുള്ള സ്ഥലത്ത് ഇരിക്കുക എന്നതാണ് അതിന്റെ സുന്നത്ത്. അതുകൊണ്ട് സ്റ്റെപ്പുകളിൽ ഇരിക്കുന്നത് ഒഴിവാക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ ദീന് എല്ലാ അർത്ഥത്തിലും നാം പഠിക്കുക, മനസ്സിലാക്കുക. പടച്ചോന്റെ അടുക്കൽ നമ്മുടെ ദർജ ഉയരണം. ആ ദർജ ഉയരാനുള്ള മാനദണ്ഡം എന്താണ്? നമ്മുടെ കീശയിലെ പണമോ നമ്മുടെ ബാങ്കിലുള്ള അക്കൗണ്ടോ നമ്മൾ ജനിച്ച കുടുംബോ തറവാട് ഇതൊന്നുമല്ല. ഇതൊക്കെ ദുനിയാവിൽ അഭിമാനം പറയാൻ സഹായകമാകുന്ന കാര്യം മാത്രമാണ്. പടച്ചോൻ ഇഷ്ടപ്പെടാൻ, പടച്ചോന്റെ സ്നേഹം കിട്ടാൻ, പടച്ചോന്റെ അടുക്കൽ ദർജ കിട്ടാനുള്ള കാര്യങ്ങൾ രണ്ട് കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. രണ്ട് കാര്യങ്ങൾ. യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും, നിങ്ങളിൽ ഈമാനുള്ളവരെ അള്ളാഹു ദർജ ഉയർത്തും. രണ്ട്, വല്ലദീന ഊതുൽ ഇൽമ നൽകപ്പെട്ട ആൾ, അവരെയാണ് ദറജാത്ത്, പദവികൾ അള്ളാഹു ഉയർത്തും. പടച്ചവന്റെ അടുക്കൽ ദറജ ഉയർത്തപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുക. അതിനുള്ള മാനദണ്ഡം ഈമാൻ ചോർന്നു പോകാതെ കളങ്കപ്പെടാതെ നിലനിർത്തുക. അതോടൊപ്പം ഈമാൻ വർദ്ധിക്കാനുള്ള മാർഗം അറിവ് നേടിക്കൊണ്ടേയിരിക്കണം. പഠിക്കാനും മനസ്സിലാക്കാനും കിട്ടുന്ന അവസരങ്ങൾ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തുക. നോമ്പ് കഴിഞ്ഞാലും ഈ ഉണർവും സജീവതയും എല്ലാ അർത്ഥത്തിലും നമ്മിലുണ്ടാകും. ഇവിടെ അൽഹംദുലില്ലാ നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും റമദാനിൽ വളരെ സജീവമായി നടന്നിട്ടുണ്ട്. ഇഫ്താറിന് വേണ്ടി സാമ്പത്തിക സഹായങ്ങൾ ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അതിൽ അധ്വാനിച്ച, ആത്മാർത്ഥമായി പരിശ്രമിച്ച ഒരുപാട് പേരുണ്ട്. സക്കാത്തിന്റെ വിഹിതം, സ്വദഖയുടെ വിഹിതം പള്ളിയിലേക്ക് നൽകിയ ഒരുപാട് ആളുകളുണ്ട്. റഹ്മാനായ റബ്ബേ, എല്ലാവരിൽ നിന്നും നീ സ്വീകരിക്കണമേ നാഥ. രോഗം കാരണം ഇവിടെ വരാൻ, ഇത്തരം കാര്യങ്ങളിൽ പങ്കെടുക്കാൻ കഴിയാതിരിക്കുന്ന ഞങ്ങളുടെ ഉപ്പമാര്, ഉമ്മമാര്, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, പണ്ഡിതന്മാർ, നേതാക്കൾ ഒരുപാടുണ്ട്. എല്ലാം അറിയുന്ന റഹ്മാനായ റബ്ബേ, അവരുടെ എല്ലാം രോഗം നീ അവർക്ക് സുഖപ്പെടുത്തി കൊടുക്കണമേ നാഥ. കാരുണ്യവാനായ റഹ്മാനെ, ഞങ്ങൾ അധ്വാനിച്ചിട്ടുണ്ട്, പരിശ്രമിച്ചിട്ടുണ്ട്, ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ അമലുകൾ ചെയ്യുന്നുണ്ട്. നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ നാഥ. ഇഖ്ലാസോടുകൂടി ഇനിയും അമല് ചെയ്യാനുള്ള തൗഫീഖും ഈമാനും നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാഥ. റഹ്മാനായ നാഥ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ചും പലസ്തീനിന്റെ മണ്ണിൽ ഈ പരിശുദ്ധ റമദാനിലും കൊല ചെയ്യപ്പെടുന്നു ഞങ്ങളുടെ സഹോദരങ്ങൾ, യതീമുകളാകുന്നു ഞങ്ങളുടെ പിഞ്ചു മക്കൾ. റഹ്മാനായ നാഥ, അവർക്ക് നീ സമാധാനവും വിജയവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. മരണപ്പെട്ടു പോയിട്ടുള്ള വിശ്വാസികളായ ആളുകൾക്ക് സ്വർഗം നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. കാരുണ്യവാനായ നാഥ, ഈ പരിശുദ്ധ റമദാനിന്റെ പുണ്യം പൂർണ്ണമായി നേടിയെടുത്തുകൊണ്ട് പെരുന്നാളിലേക്ക് പ്രവേശിക്കാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ നാഥ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങൾക്ക് വേണ്ടി പണിപ്പെട്ട, കഷ്ടപ്പെട്ട, പ്രിയപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾ നാഥ, അവരുടെ ത്യാഗത്തിന് തുല്യം പകരം നൽകാൻ ഞങ്ങൾക്ക് കഴിയില്ല. അവരിൽ ബഹുഭൂരിഭാഗം മണ്ണിനടിയിലാണ്. മണ്ണിനടിയിൽ കിടക്കുന്ന മൺമറഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് അവരുടെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ നാഥ. റഹ്മാനായ നാഥ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തോടെയുള്ള ദീർഘായുസ് നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, ഇൽമിനെ സ്നേഹിക്കുന്ന ആളുകളാക്കി നീ ഞങ്ങളെ മാറ്റണമേ നാഥ. റഹ്മാനായ റബ്ബേ, ഒരുപാട് പോരായ്മകൾ ഞങ്ങളിൽ വന്നു പോയിട്ടുണ്ട്. ഞങ്ങളുടെ അമലുകളിൽ ഒരുപാട് തകരാറുകൾ വന്നു പോയിട്ടുണ്ട്. എല്ലാ ന്യൂനതകളും നീ മറച്ചു വെക്കണമേ റബ്ബേ.
മാപ്പാക്കണമേ റബ്ബേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجعل القرآن ربيع قلوبنا يا رب العالمين. اللهم اجعل القرآن ربيع قلوبنا يا رب العالمين. اللهم اجعل القرآن ربيع قلوبنا يا رب العالمين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا إننا آمنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على النبي وعلى آله وصحبه أجمعين والحمد لله رب العالمين.